കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഗ്രേറ്റ് ഫാദർ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം മമ്മൂട്ടി നായകനായി എത്തിയ ചിത്രമാണ് പുത്തൻ പണം. മമ്മൂട്ടി രഞ്ജിത്ത് കൂട്ടുകെട്ടിൽ പിറന്ന ഒരു മാസ് എന്റർടൈനർ ആണ് ചിത്രം. കള്ളപ്പണത്തിന്റെയും നോട്ട് നിരോധനത്തിന്റെയും കഥയാണ് പുത്തൻ പണം പറയുന്നത്. നിത്യാനന്ദ ഷേണായിയായി മമ്മൂട്ടി ചിത്രത്തിലെത്തുന്നു. കാസർഗോഡ് ഭാഷയിലാണ് മമ്മൂട്ടി സംസാരിക്കുന്നതും. കൊമ്പൻ മീശയും കുറ്റിമുടിയും ചേർന്ന പരുക്കൻ വേഷം. രൂപത്തിലും ഭാവത്തിലും മമ്മൂട്ടിയുടെ രസികൻ ലുക്കാണ് രഞ്ജിത്ത് സമ്മാനിക്കുന്നത്. 2006 തമിഴ്നാട്ടിൽ നിന്നാണ് ചിത്രത്തിന്റെ തുടക്കം. കഥയുടെ ഗതി എങ്ങോട്ടെന്ന് നിർണ്ണയിക്കാൻ സാധിക്കാത്ത തരം തുടക്കമാണ് രഞ്ജിത്ത് ഒരുക്കിയിരിക്കുന്നത്. ഇന്ത്യൻ റുപ്പി എന്ന സിനിമയുടെ രണ്ടാം ഭാഗമെന്ന് തോന്നിയാൽ തികച്ചും സ്വാഭാവികമാണ്. കഥ സഞ്ചരിക്കുന്നത് ഹവാല മാഫിയ സ്റ്റൈലിൽ തന്നെ. സുന്ദരി എന്ന കഥാപാത്രമായി ഇനിയ എത്തുന്നു. കുറ്റം തെളിയിക്കാൻ എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഹബീബ് റഹ്മാൻ എന്ന കഥാപാത്രവുമായി സിദ്ദിഖ് വിസ്മയിപ്പിക്കുന്നുണ്ട് ചിത്രത്തിൽ. ഇന്ദ്രൻസിന്റെ വേറിട്ട ലുക്ക് ചിത്രത്തിൽ എടുത്തു പറയേണ്ടത് തന്നെയാണ്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇന്ദ്രൻസിന് ലഭിക്കുന്ന മികച്ച കഥാപാത്രമാണ് ഈ ചിത്രത്തിൽ. വലിയ കളികൾ മാത്രം ശീലിച്ച കാസർഗോഡുകാരൻ നിത്യാനന്ദ ഷേണായിക്ക് ജീവിതത്തിൽ ഒരു ഇടർച്ച സംഭവിക്കുന്നു. ജീവിതത്തിന്റെ താഴത്തെ തട്ടിൽ ഇറങ്ങി ഒരു കളി കളിക്കാൻ ഷേണായി തയ്യാറെടുക്കുകയാണ്. കാസർഗോഡ് നിന്നും ഷേണായി കൊച്ചിയിലേക്ക് എത്തുന്നു. അവിടെ തമിഴ്നാട്ടിൽ നിന്നും എത്തിയ മുത്തുവും അമ്മയും ഷേണായിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. പിന്നീട് സംഭവിക്കുന്ന സംഭവ വികാസങ്ങളുമായിട്ടാണ് കഥ മുന്നോട്ട് പോകുന്നത്. നോട്ട് നിരോധനം, അതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ, കള്ളപ്പണം, അത് വെളുപ്പിക്കാനുള്ള ശ്രമങ്ങൾ, തകരുന്ന ജീവിതങ്ങൾ എല്ലാം ചിത്രം എടുത്തു കാണിക്കുന്നുണ്ട്. എല്ലാ സമകാലിക വിഷയങ്ങളും ചിത്രം ചർച്ച ചെയ്യുന്നു. വളരെ മികച്ച ഒരു മാസ് എന്റർടൈനർ തന്നെയാണ് മമ്മൂട്ടി രഞ്ജിത്ത് കൂട്ടുകെട്ടിൽ പിറന്നിരിക്കുന്നത്. നല്ല കിടിലൻ ഡയലോഗുകളും ആക്ഷൻ രംഗങ്ങളും മാസ് സീനുകളും ഹാസ്യരംഗങ്ങളും ചിത്രത്തിന്റെ ഹൈലൈറ്റ് ആണ്. തികച്ചും ഒരു മാസ് എന്റർടൈനർ. ചിത്രം പ്രേക്ഷകരെ ഒരു സെക്കൻഡ് പോലും ബോറടിപ്പിക്കില്ല എന്ന് തന്നെ പറയാം. മമ്മൂട്ടിയും സിദ്ദിഖുമാണ് ചിത്രത്തിന്റെ കേന്ദ്ര കഥാപാത്രങ്ങൾ. ഇവരെ കൂടാതെ മാമുക്കോയ, ബൈജു, ഹരീഷ് കണാരൻ എന്നിവർ മുഖ്യ കഥാപാത്രങ്ങളായി എത്തുന്നു. ചിത്രത്തിന്റെ ഛായാഗ്രഹണം മികച്ചു നിൽക്കുന്നു. ഓം പ്രകാശാണ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. ഗാനങ്ങളും എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഷാൻ റഹ്മാനാണ് സംഗീതം. പശ്ചാത്തല സംഗീതം തകർത്തു എന്ന് തന്നെ പറയാം. എന്തായാലും റെക്കോർഡുകൾ തകർത്തുകൊണ്ടിരിക്കുന്ന ഗ്രേറ്റ് ഫാദറിന് മികച്ച ഒരു എതിരാളി തന്നെയാണ് പുത്തൻ പണം. തീർച്ചയായും ചിത്രം എല്ലാവരും കാണണം. മികച്ച ഒരു അനുഭവമായിരിക്കും ചിത്രം സമ്മാനിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റും ചെയ്യുക. കൂടുതൽ അടിപൊളി വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.